ദൗർഭാഗ്യകരമായ ഒരു കൊലക്കേസിൽ പ്രതിയായി യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കഴിയുകയാണ് പാലക്കാട് സ്വദേശി നിമിഷപ്രിയ എന്ന മലയാളി നഴ്സ്. ഇവരുടെ മോചനത്തിനാവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് ലോക കേരള സഭ അംഗങ്ങളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, നിയമ മേഖലയിലെ പ്രമുഖരും ചേർന്ന് 4 വർഷം മുമ്പ് രൂപീകരിച്ചതാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ. യമനിലെ യുദ്ധ സാഹചര്യത്തിൽ പുറം ലോകം ഏറെയൊന്നും ശ്രദ്ധിക്കാതിരുന്ന ഈ കേസിൽ ആദ്യകാലത്ത് കാര്യമായ ഇടപെടൽ ഒന്നും നടന്നിരുന്നില്ല. വിചാരണയിൽ വാദിഭാഗം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിയമസഹായവും ലഭ്യമാക്കിയിരുന്നില്ല. ഭാഷാപരമായ അജ്ഞതയും നിമിഷപ്രിയയ്ക്ക് വിനയായി. കേസ് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ആക്ഷൻ കൗൺസിൽ രൂപീകൃതമാവുന്നത്. യമനിൽ ഇന്ത്യൻ എംബസി സാന്നിധ്യമില്ല. ജിബൂട്ടിയിൽ പ്രവർത്തിക്കുന്ന എംബസിയിൽ ആക്ഷൻ കൗൺസിൽ ബന്ധപ്പെട്ട ശേഷമാണ് എംബസി കേസിൽ യമൻ പൗരന്മാരായ അഭിഭാഷകരെ ചുമതലപ്പെടുത്തുന്നത്. കുടുംബവുമായി സംസാരിച്ച് കേസിൽ ദിയാപ്പണം വാങ്ങിയോ അല്ലാതെയോ നിമിഷയുടെ മോചനം എന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടി കൗൺസിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നു. 2017 ആരംഭിച്ച ഈ കേസ് അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിലിന്റെ ശ്രദ്ധയിലെത്തുന്നത് 2020 ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടിയാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ലോകത്തിലെ 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യസ്നേഹികളും സമാന ചിന്താഗതിക്കാരായ ചില ലോക കേരള സഭാംഗങ്ങളും മാധ്യമ സുഹൃത്തുക്കളും ഉൾപ്പെട്ടതാണ് ഈ അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിൽ. ഇന്ത്യൻ സർക്കാരിന്റെ ശ്രദ്ധയും താൽപര്യവും ഇടപെടലും ഉണ്ടാവണമെന്ന ഉദ്ദേശത്തോടെ ദില്ലി ഹൈക്കോടതിയിൽ ആക്ഷൻ കൗൺസിലിന്റെ നിയമസഹായിയായി പ്രവർത്തിക്കുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ കേസ് ഫയൽ ചെയ്തു. ഇതേ തുടർന്ന് നിമിഷയുടെ അമ്മയും യമനിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശി സാമുവൽ ജെറോമും യമനിൽ സന്ദർശനം നടത്തുവാനും നിമിഷപ്രിയയെ ജയിലിൽ സന്ദർശിക്കുവാനും വേണ്ടി ഈ കഴിഞ്ഞ ഏപ്രിൽ 20 കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ചു. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെയാണ് പോകുന്നത്. എൻ്റെ മോളെയും കൊണ്ട് വരുവുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. യാത്ര ഇത്ര വേഗം സാധ്യമാകുമെന്നൊക്കെ കരുതിയിരുന്നു. തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പൊ പിടിയിന്ന് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. ഇഷ്ടപ്പെടുന്ന എല്ലാവരും രാവ് പോലെ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരാ. ഈ പറയുന്ന എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നതാണ്. നിമിഷയുടെ ജീവന് വേണ്ടി പോരാടി എല്ലാവർക്കും എൻ്റെ ജീവിതം പോരാ നന്ദി പറയാനായിട്ട്. ഏപ്രിൽ 24 യമനിലെ സനയിൽ വെച്ച് 12 വർഷങ്ങൾക്ക് ശേഷം അമ്മ പ്രേമകുമാരിക്ക് നിമിഷയെ കാണാൻ സാധിച്ചു. നടന്നു വരുമ്പോൾ ഞാൻ എണീറ്റ് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ മോളാണ്. ഓടി വന്ന് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. മമ്മി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ മോളെ കാണാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഈ പാതിക്കത്തെ ആദ്യത്തെ ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ നേരിട്ടു. അപ്പോൾ അവിടെ കടക്കുന്നതിന് തടസ്സമായിട്ടായിരിക്കില്ല, എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് തോന്നി അത് കടത്തിവിടാതെ തടസ്സമാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിന്നെ എനിക്ക് കാണാൻ ഇന്ന് നിന്നെ കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നിന്നെ എനിക്ക് കാണാൻ കിട്ടില്ല എന്നായിരുന്നു വിചാരിച്ചത്. എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. അവൾ മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അവളും കരയുവാണ് കെട്ടിപ്പിടിച്ച്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അവളെ കല്യാണം കഴിച്ച് കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. പക്ഷെ അവള് ഈ യമൻ രാജ്യത്തിൻ്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും അവൾ നന്നായിട്ടിരിക്കുന്നു. അവള് എല്ലാവർക്കും അവിടെ ജയിലിൽ ഒത്തിരി സ്ത്രീകളും കുഞ്ഞു പൈതൽ തുടങ്ങി വയസ്സായ സ്ത്രീകൾ വരെ ഉണ്ട്. എല്ലാവർക്കും അവളിന്ന് വേണ്ടപ്പെട്ട ഒരു നിമിഷയാണ്. മമ്മിനെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു. അപ്പോൾ എന്തോ ജ്യൂസ് കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട് അത് കഴിക്കാൻ, ചായ കൊണ്ടുവന്ന് അത് കഴിക്കാൻ, കേക്ക് കൊണ്ടുവന്ന് അത് കഴിക്കാൻ, അപ്പോൾ എല്ലാം കുറച്ചെടുത്ത് എൻ്റെ വായിലേക്ക് വെച്ച് തരാനായിട്ട് അവൾ തയ്യാറെടുക്കുക. അത് ഞാൻ അവൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ 5 മണിയും കൂടുതൽ വൈകിയെന്ന് തോന്നുന്നു. അത്ര സമയം വരെയും അവളോടുകൂടി ആയിരുന്നു അവിടെ. അവർ എല്ലാവരും അവളെ എണീറ്റ് കൂടെ വരുമ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയുവാണ്. നിമിഷനെ കൊണ്ടുപോകാണ് ഞാൻ വിചാരിച്ചു.
അവിടെ വിടാൻ തയ്യാറില്ല. അതിനൊക്കെ അത്രയും വേണ്ടപ്പെട്ട നിമിഷമായി മാറിയിരിക്കുന്നു. യമൻ രാജ്യത്തിന് നന്ദി പറയാൻ എൻ്റെ ജീവിതം കടപ്പെട്ടിരിക്കുകയാണ്. അത്രയും നല്ലൊരു രാജ്യം, അത്രയും നല്ലൊരു സംരക്ഷണത്തിൽ അവളെ ഇത്രയും ഒരു ഇത് വരാതെ ദൈവം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ ആയിട്ട് കൊണ്ടുവന്ന ഒരേ ഒരു സാമുവൽ സാറിൻ്റെ ദൈവം സാമുവൽ സാറിലൂടെ അവളെ ഇത്രയും എത്തിച്ചു. ഇത്ര വർഷങ്ങളായെങ്കിലും ഈ രാജ്യത്ത് ഇപ്പോൾ അവൾ സന്തോഷവതിയായിട്ടിരിക്കുന്നു. അതാണ് ഞാൻ കണ്ട കാഴ്ച. കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് നേടിയതാണ് ഈ വിജയം. നിമിഷയുടെ വധശിക്ഷയിൽ നിന്നുമുള്ള മോചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നാം കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. യമനിലെത്തിയ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് നിമിഷപ്രിയയെ നേരിൽ കാണാൻ കഴിഞ്ഞു. അതിനുശേഷം പ്രാരംഭ ചർച്ചകളാണ് ഇനി തുടക്കം കുറിക്കേണ്ടത്. യമനിലെ നിലനിൽക്കുന്ന ഗോത്ര സംസ്കാരം അനുസരിച്ച് പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മാത്രമേ നിമിഷയോടും നിമിഷയുടെ കുടുംബത്തോടും യമനിലെ തലാലിൻ്റെ കുടുംബം ആദ്യം മാപ്പ് നൽകണം, ഗോത്രത്തലവന്മാർ മാപ്പ് നൽകണം. അതിനുശേഷം മാത്രമേ ബ്ലഡ് മണി ചർച്ചകൾക്ക് തുടക്കം കുറിക്കുള്ളൂ. ഇതിനായി പ്രാരംഭ ചെലവുകൾ ഇന്ത്യൻ എംബസിയുടെ നിയോഗിക്കപ്പെട്ട വക്കീൽ ഇന്ത്യൻ എംബസി വഴി ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിച്ച തുകയാണ് $40,000. ആ പ്രാരംഭ ചെലവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ. ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം, യമനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ, യമനിലെ കേസ് നടത്തിയ അഡ്വക്കേറ്റ് എന്നിവരെല്ലാം പ്രാഥമിക മധ്യസ്ഥ ചർച്ചകൾക്കുള്ള ശ്രമത്തിലാണ്. യമനിലെ ജയിലിൽ നിന്നും നിമിഷയെ മോചിപ്പിക്കാൻ മലയാള മനസാക്ഷി ഒന്നുകൂടി ഉണരേണ്ടിയിരിക്കുന്നു. $40,000, ഏകദേശം 32 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ മധ്യസ്ഥ ചർച്ചകൾക്കായി കണ്ടെത്തേണ്ടതുണ്ട്. നിമിഷയെയും നിമിഷയുടെ കൊച്ചുമകൾ ഉൾപ്പെടുന്ന കുടുംബത്തെയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പ്രാഥമിക ഫണ്ട് ശേഖരണത്തിൽ അവനവന് ചെയ്യാൻ കഴിയുന്ന ചെറിയ സാമ്പത്തിക സഹായം ചെയ്യുവാൻ തയ്യാറാവണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ചെറുതും വലുതുമായ സംഭാവനകൾ ഈ പറയുന്ന അക്കൗണ്ട് നമ്പറിൽ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അക്കൗണ്ട് നെയിം സേവ് നിമിഷപ്രിയ. അക്കൗണ്ട് നമ്പർ 408473708777. IFSC കോഡ് SBIN 0000893. ഈ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ ഈ അക്കൗണ്ടിലേക്ക് എത്താവുന്നതാണ്.